എന്തൊക്കെയുണ്ട് വരെ എന്തൊക്കെയുണ്ട് റെഡി. അപ്പോൾ സിംഗപ്പൂരില്ലേ ഫുഡ് ഡെലിവറി ചെയ്തിട്ട് എന്തോരം കാശ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ. അത് ഗുമ്മടിക്കണല്ല, പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ എന്തോരം കാശ് നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്താൽ കിട്ടും. നമ്മുടെ വണ്ടിക്കാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അരികത്തൊരു കലിച്ച പീസിരിക്കണ നീറ്റാണ്ട് അത് ഞാൻ കാണിക്കല്ല, ഇവിടെ തിളക്കി വെച്ചേക്കണുണ്ട്. അതായത് നമ്മുടെ 600 ഡബിളറാണ് പണ്ടത്തെ ഒരാറുണ്ട്, 2 ആറുള്ള CBR ആണ്ട. അപ്പോൾ മൂണ്ടാക്കി വെച്ചിട്ടുണ്ട്. കരിയത്തോടെ മസറാട്ടേക്ക് ഉണ്ട്. കാശില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ഡെലിവറി ജോബ് ചെയ്തിട്ട് എന്തോരം കാശ് കിട്ടണമെന്ന് ഞാൻ ഈ വീഡിയോക്കുള്ളിൽ പറയാം. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിനാൽ നിങ്ങൾക്ക് ഏകദേശം ഡോളറിലും ഇന്ത്യൻ റുപ്പിയിലും ഞാൻ പറഞ്ഞുതരാട്ടാ. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഫുഡ് ഡെലിവറി ഓർഡർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സമയം 5:15 അപ്പോൾ ഓട്ടോ അക്സെപ്റ്റ് ആണ്. ഞാനിപ്പോൾ എടുത്ത് $13 ഒരു ഓർഡർ. ഇത് ഫുഡാണോ എന്താണെന്ന് അറിയാൻ പോലെ ഒരു ചെറിയൊരു സാധനം, 1 കിലോന് താഴെയുള്ള സാധനം നമുക്ക് കൊണ്ട് കൊടുക്കണം. $13 അടിച്ചാണ്. പോവാം. സാധനം ഞാൻ കളക്ട് ചെയ്തിട്ട്, അതായത് ഇവിടെ ഒരു ചേച്ചി ഇപ്പോൾ നാഷണൽ ഡേ ആണ് ഇന്ന്, ഇപ്പോൾ എല്ലാവരും അവധിയായിരിക്കും. അപ്പോൾ ഒരു ചേച്ചിയുടെ വീട്ടിലുണ്ടാക്കി അവരുടെ ഫുഡ് അവിടെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് ഗ്രാബാണ്. എല്ലാവർക്കും അറിയാവുന്ന ആപ്പാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എല്ലായിടത്തും ഉള്ള ആപ്പാണ് ഗ്രാബ്. അപ്പോൾ പോവാം. അപ്പോൾ ആ $13 അടി കഴിഞ്ഞിട്ടാ അത് ഡെലിവറി ചെയ്ത് ഒരു അരമണിക്കൂറാണ് എടുത്തിട്ടാ $13 എത്തിക്കാൻ വേണ്ടി. $13 എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലത്തെ 1000 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എത്തണേക്കാളും മുമ്പ് രണ്ടാമത്തെ അടി വന്ന്, അതായത് $16 രണ്ടാമത്തെ അടി. ഇതിപ്പോൾ ഫുഡാണ് കേട്ടോ. അപ്പോൾ 3 സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാം. KRR എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ $16 പണി എങ്ങനെയുണ്ട്. അപ്പോൾ $13 പണിയെടുത്ത് $16 പണിയെടുത്ത് ഇപ്പോൾ ഇതേ ഒരു $6 ചെറിയൊരു പണി അടിച്ചിട്ടുണ്ട്. പോകാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ 16 13 എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ചില്ലറൊക്കെ കൂട്ടി $30 ആയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി? 6:45 ആകാറായി. 5:15 വേണ്ടി തുടങ്ങിയാണ്. അപ്പോൾ 6:45 ആയപ്പോഴേക്ക് നമ്മുടെ അടുത്ത് $30 ഉണ്ട്. $30 എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു 2300 രൂപയുണ്ട. അപ്പോൾ ഈ ഓർഡർ എടുക്കാം. അപ്പോൾ ഓടാൻ വേണ്ടി ഇപ്പോൾ 2 മണിക്കൂറായി. 5:30 ആയപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. ഇപ്പോൾ 7:30 $40 ഇപ്പോൾ കിട്ടിയേക്കണം മൊത്തത്തിൽ. മണി ഇൻ ഹാൻഡ് $40 ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോഴേക്കൊരു 3000 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഓർഡർ കിട്ടിയേക്കണത് $21 ഗ്രൂപ്പ് ഓർഡറാണ്. 4ാമത്തെ ഓർഡറാണ്. പോയി നോക്കാം. അപ്പോൾ 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാ. 3 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $64 ആണ്. അതായത് 5:45 തൊട്ട് 8:45 വരെ. അപ്പോൾ ഒരു മണിക്കൂറിൽ $20 വെച്ച് കൂട്ടിക്കോ. അപ്പോൾ 3 മണിക്കൂർ ചെയ്തപ്പോഴേക്കും പണിയാണ്. ആൾക്കാർ വിചാരിക്കുമ്പോൾ എന്താ വണ്ടിയും കൊണ്ട് നടന്നാൽ അതിൽ സുഖമാണ്. പക്ഷേ ഇതിൻ്റെ അത്ര റിസ്ക്കും ഇതിൻ്റെ അത്ര തലവേദനയും പിടിച്ച പണിയില്ല കേട്ടോ. എപ്പോഴും ചെറിയ ക്ലോസ് കോളും അതും ഇതും ഭയങ്കര റിസ്ക്കാണ്. റൊട്ടിക്കാന്നുള്ള പണിയാണല്ലോ. അപ്പം 2 പേര് ടിപ്പ് വന്ന് $2 വെച്ചിട്ട്, പിന്നെ ഒരു ചേച്ചി ഒരു വെള്ളം കുപ്പി വന്ന്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നാട്ടിലെ ആൾക്കാരൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ട്. എന്തോരം കഷ്ടപ്പെടുന്നത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കട്ടെ. നാട്ടിലാണെങ്കിൽ ഒടുക്കത്തെ ക്ലോസ് കോളായിരിക്കും. ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവർ വരുമ്പോൾ കണ്ട അവർ നല്ല എഫേർട്ട് ഇടണം. വെച്ചു സമ്മതിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഡെലിവറിയൊക്കെ വരുമ്പോഴേക്കും കുടിച്ചാൽ വെള്ളം വല്ലതും വേണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ ഒരു അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ മുഖത്ത് ആ ചിരി വരും. അടുത്ത ഓർഡറൊക്കെ എടുക്കാൻ അവർക്കൊരു ഇത്തിരി ഹാപ്പിനെസ്സൊക്കെ കൂടിടാം. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അത്രോളം വെച്ച് ഇതൊരു ഡെയിലി എക്സ്പെരിമെൻറ്റ് വീഡിയോ വരുന്നുണ്ട്. 3 മണിക്കൂർ കൊണ്ട് ഞാൻ $63 ഉണ്ടാക്കി. അപ്പോൾ സാധാരണക്കാർ ഇവിടുത്തെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും $100 തൊട്ട് $200 വെച്ച് എല്ലാ ദിവസവും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു മാസം 2 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ വരെ ഏണിങ്സ് ഉണ്ട് ഡെലിവറി ഓട്ടക്കാർക്ക്. അത്ര റെക്കോർഡിട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനാണ് നിങ്ങളുടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളം വെച്ചു. വേറെ വീഡിയോ കാണാടാ. ബൈ.